ഞാൻ വൂളൻ നൂലിനെ കൊണ്ട് ചെയ്തെടുത്ത ഒരു നെക്ക് ഡിസൈനാണിത്. വൈറ്റ് കളർ നൂലാണ്, ത്രെഡ് വൂളൻ ത്രെഡാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചത്. അപ്പോൾ ഈ നെക്ക് ഡിസൈൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യുക. അപ്പോൾ ഈ നെക്ക് ഡിസൈൻ എങ്ങനെയാണ് തയ്ക്കുക എന്നുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം. നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം എടുത്തത് ഇതാ വെള്ള കളറിൽ വൈറ്റ് കളറിൽ നൂല് വൂളൻ ത്രെഡ് കൊണ്ടാണ് ഈ നെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 120 ചെയിനാണ് ഇടുന്നത്. 120 ചെയിൻ ഇട്ട് വയ്ക്കുക. കൈക്കൊരു മുറിവുള്ളതിനെ കൊണ്ട് 120 ചെയിൻ ഇട്ട് വയ്ക്കുക. ഞാൻ ഇതേമാതിരി 120 ചെയിൻ ഇട്ട് വെച്ചു. ഇനി അടുത്ത എന്താ ചെയ്യുക വെച്ചാൽ 3 ചെയിൻ ഇട്ടുള്ള ഒരു സിംഗിൾ ക്രോഷ്യ, ഒരു ഡബിൾ ക്രോഷ്യ. സിംഗിളും ഡബിളും തെറ്റിപ്പോണ്ട് പറയുന്നു. ഒരു ഡബിൾ ക്രോഷ്യ ഇവിടെ അപ്പോൾ ഒരു 2 ഡബിൾ ക്രോഷ്യ, മൂന്നാമത്തെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യും. മൂന്നാമത്തെ ഒരു ഡബിൾ ക്രോഷ്യ കഴിഞ്ഞ് നാലാമത്തെ ചെയ്യുന്ന സമയത്ത് ആ ചെയിനിൻ്റെ മുകളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ ചെയ്ത്. അപ്പോൾ അതിൻ്റെ നല്ല റൗണ്ടായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പ് ശരിക്കും നല്ലതുപോലെ അങ്ങോട്ട് റൗണ്ട് ഷേപ്പ് വരില്ല. അപ്പോൾ അതന്നെ റൗണ്ട് ഷേപ്പ് വരും. ഇതേമാതിരി 3 ഡബിൾ ക്രോഷ്യ കഴിഞ്ഞ് ഒന്നിൻ്റെ മുകളിൽ രണ്ടാമത്തേൻ്റെ മുകളിൽ നാലാമത്തെ ഡബിൾ ക്രോഷ്യേൻ്റെ മുകളിൽ 2 ഡബിൾ ക്രോഷ്യ ചെയിനിൻ്റെ മുകളിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്തത്. ഇതിപ്പോൾ 1 ചെയ്തു, രണ്ടാമത്തെയാണ് 3 ചെയ്ത് വെക്കണം. 3 ചെയ്ത് കഴിഞ്ഞിട്ട് നാലാമത്തെ ചെയ്യുന്ന സമയത്ത് ചെയിൻ്റെ ഇതിപ്പോൾ 3 ഡബിൾ ക്രോഷ്യ, ഇവിടുത്തെ 2 ചെയ്ത് വെച്ചു. പിന്നെ ഇവിടെ 3 ഡബിൾ ക്രോഷ്യ. ഇത് അടുത്ത് ചെയ്യുന്ന സമയത്ത് 2 ഡബിൾ ക്രോഷ്യ വീതം നാലാമത്തേലെ ചെയിനിൻ്റെ മുകളിൽ 2 വീതം ചെയ്യണം. 2 ഡബിൾ ക്രോഷ്യ. അപ്പോൾ റൗണ്ട് ഷേപ്പ് നല്ല റൗണ്ട് ഷേപ്പിൽ വരും. ഇതേമാതിരി ഇതേമാതിരി റൗണ്ട് ഈ അറ്റം വരെ ചെയ്തെടുക്കുക. അതേമാതിരി ഞാൻ ചെയ്തെടുത്തു. ഒരു റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുത്ത് കണ്ടോ. ഇനി അടുത്ത ഒരു സ്റ്റെപ്പ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ നല്ലതുപോലെ റൗണ്ടായിട്ട് കിട്ടിക്കണ്ടോ. ഞാൻ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത്. അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ മാതിരി ഞാൻ ആദ്യമൊക്കെ ചെയ്യുന്ന മാതിരി തന്നെയാണ് ഓരോ ബോക്സ് ഉണ്ടാക്കുക. ബോക്സ് ഉണ്ടാക്കി വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ 4 ഡബിൾ ക്രോഷ്യ ചെയ്യണേ. 3 ഡബിൾ ക്രോഷ്യ ഒരു ചെയിനിന്, പിന്നെ വേറെ ചെയിൻ ഇടുന്നതിന് 4 ഡബിൾ ക്രോഷ്യ. ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് അടുത്തതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. വീണ്ടും ഒരു ചെയിനിടുക. ചെയിൻ ഇട്ടിട്ട് ഒന്ന് ഇവിടെ വിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഡബിൾ ക്രോഷ്യ ചെയിനിട്ട് ഒന്ന് ഒഴിവാക്കാണ്ട് ഇതാക്കി ഡബിൾ ക്രോഷ്യ ഒഴിവാക്കി നൂലെന്തോ ഞാൻ അതേമാതിരി ബോക്സ് ഉണ്ടാകും. ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കണം. അതേമാതിരി അതേമാതിരി ഞാൻ എല്ലാ ബോക്സും ചെയ്തെടുത്ത് കണ്ട ഓരോന്നായിട്ട് ചെയ്യും. അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നതാണ്. അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതാണ്. ഇവിടെ ഞാൻ ജോയിൻ്റ് ആക്കി വെച്ചതാണ്. അപ്പം ഇനിയിപ്പോൾ അടുത്ത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഒരു ഡബിൾ ക്രോഷ്യ, ഇപ്പോൾ 2 ചെയിൻ, അപ്പോൾ ഒരു ഡബിൾ. ഈ ബോക്സിൻ്റെ അകത്ത് 6 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കണം. കണ്ടോ. ഇപ്പോൾ 2
3 4 ചെയ്ത് 4 വേണ്ട 4 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. 4 ചെയ്താൽ മതി കേട്ടോ. 4 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്ത് 4 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തിട്ട് 2 ചെയിനിടുക. ഈ ഒരു ബോക്സ് ഒഴിവാക്കുക. ഇതിൻ്റെ അകത്ത് നിന്ന് വീണ്ടും 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. 4 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. 4 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തിട്ട് ഇവിടെ അതപ്പം അങ്ങനെ അതേമാതിരി വന്നു. അടുത്തത് 2 ചെയിനിടുക. 2 ചെയിനിട്ടിട്ട് ഇതേമാതിരി ഒരു ബോക്സ് ഒഴിവാക്കി അടുത്ത ബോക്സ് ഒന്ന് 4 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഡബിൾ ക്രോഷ്യ ഇതേമാതിരി ചെയ്തെടുത്ത് കണ്ടു. ഇതേമാതിരി ഈ റൗണ്ട് ഫുള്ളായിട്ട് ഒരു ഗ്യാപ്പ് ഒഴിവാക്കിയിട്ട് ഇതേമാതിരി 4 ഡബിൾ ക്രോഷ്യ വീതം ഈ അറ്റം വരെ ചെയ്ത് കൊണ്ടുവരണം. ചെയ്തെടുക്കുക. ഈ ഇതുവരെ തയ്ച്ച സമയത്ത് ഇതേമാതിരി ഉണ്ടാവും കാണാനായിട്ടൊക്കെ ഉണ്ടായി. ഈ കഴുത്ത് ഇനി അടുത്തത് ചെയ്യുക. അടുത്ത നെക്കിൻ്റെ അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ നമ്മൾ തുടങ്ങി 4 ഡബിൾ ക്രോഷ്യ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 4 ഡബിൾ ക്രോഷ്യൻ്റെ മുകളിൽ അപ്പോൾ ഇവിടെ ചെയിനുണ്ട്. 3 ചെയിനുണ്ട്. 3 ചെയിനാകുമ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ ആവുമല്ലോ. അപ്പോൾ പറയേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് അടുത്തതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഉണ്ടോ? പിന്നെ 2 ചെയിനിടുക. 2 ചെയിനിട്ട് വെച്ചിട്ട് അടുത്തതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ. ഈ ഡബിൾ ക്രോഷ്യ ഉണ്ട് 4ാമത്തെ അതിൻ്റെ മുകളിൽ നിന്ന് ഇവിടെ നിന്ന് 2 ചെയ്യണേ. സോറി, ഇവിടെ ഇപ്പം 4 വെച്ചിട്ടില്ല. അപ്പോൾ അതാ ഒന്നും കൂടെ ഈ അറ്റത്ത് ചെയ്തെടുക്കണം. അപ്പോൾ 3 ആക്കണം. 3 ഡബിൾ ക്രോഷ്യ 3 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്ത് എന്നിട്ട് 2 ചെയിനിടുക. എന്നിട്ട് ഈ ഡബിൾ ക്രോഷ്യേൻ്റെ മുകളിൽ നിന്ന് ഈ ചെയിൻ്റെ മുകളിൽ 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കണം. ഇതിൻ്റെ മുകളിൽ നിന്ന് 1 ചെയ്തെടുത്തു. ഇതേമാതിരി വരും. ഉള്ളിൽ ചെയിന് അടുത്ത ഇതിൻ്റെ മുകളിൽ നിന്ന് ഇതിൻ്റെ മുകളിൽ 2 ചെയിൻ ഇവിടെ നമ്മൾ 2 ചെയിനിട്ട് വെച്ചിട്ടുണ്ടല്ലോ. അതേമാതിരി 2 ചെയിനിട്ട് വയ്ക്കുക. 2 ചെയിനിട്ടിട്ട് ഈ ആദ്യത്തെ ഡബിൾ ക്രോഷ്യേൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യേൻ്റെ മുകളിൽ 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. ഇവിടെ 3 ഡബിൾ ക്രോഷ്യ കണ്ട്. പിന്നെ വീണ്ടും 2 ചെയിനിട്ട് വെച്ചിട്ട് ഇവിടെ 2 ഡബിൾ ക്രോഷ്യ ചെയ്ത് വീണ്ടും 2 ഡബിൾ ക്രോഷ്യ ചെയ്ത് പിന്നെ അതവിടെ ഇതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ. ഇതേമാതിരി വന്നു. പിന്നെ 2 ചെയിൻ വീണ്ടും ചെയിനിട്ടിട്ട് ഇതിൻ്റെ ആദ്യത്തേൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കും. രണ്ടാമത്തേൻ്റെ മുകളിൽ 2 ചെയ്തെടുക്കുക. ഒരു ചെയിനിടുക. ഇതൊക്കെ ഇതേമാതിരി വരും. ഇതേമാതിരി ചെയ്തെടുക്കുക. ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്ത് ഇതുവരെ കൊണ്ടുവരണം. ഇതേമാതിരി ഉണ്ടാവും കാണാനായിട്ട്. ഇത്രയും തയ്ച്ച് കഴിഞ്ഞ സമയത്ത് ഇത് ഇങ്ങനെ ഉണ്ടാവും കാണാനായിട്ട്. ഇനി അടുത്തൊരു സ്റ്റെപ്പ് ചെയ്യുന്നതിന് ഇതിവിടെ വരെ ഞാൻ എത്തിയതാണ്.
ഇങ്ങനെ തന്നെ ക്ലോസ് ചെയ്ത് ഇനി അടുത്ത ഒരു ചെയിൻ ഇടുക, 2 ചെയിൻ 3 ചെയിൻ ഇടുക, 2 ചെയിനോ 3 ചെയിനോ എന്തായാലും ഈ ഇതിലെത്തണം. അത് എവിടെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ നിങ്ങളെ കള്ളിൽ, ഈ ഗ്യാപ്പിൻ്റെ അകത്തുനിന്ന് 6 ഡബിൾ ക്രോഷ്യ ചെയ്ത് വയ്ക്കുക. ഉണ്ട് 1 ചെയ്ത്, രണ്ടാമത്തെ ചെയ്ത്, മൂന്നാമത്തെ ചെയ്ത്, നാലാമത്തെ ചെയ്ത്, ആറെണ്ണം ചെയ്ത്, 6 ഡബിൾ ക്രോഷ്യ ഇവിടെ ചെയ്തെടുത്ത് അത് കഴിഞ്ഞിട്ട് 3 ചെയിൻ ഇടുക, താഴെ 2 3 ചെയിൻ ഇട്ട് 3 ചെയിൻ ഇട്ട് ഈ ഗ്യാപ്പ് ഉണ്ട് 2 ഡബിൾ ക്രോഷ്യേൻ്റെ ഈ ഗ്യാപ്പിൽ കൊടുത്തിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതേമാതിരി വീണ്ടും 3 ചെയിൻ ഇടുക, 3 ചെയിൻ ഇട്ട് 3 ചെയിൻ ഇട്ടിട്ട് ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ അവിടെ 6 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ആറ് ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്ത്, അല്ല 5 എണ്ണമായിട്ട് ഒന്നും കൂടെ വേണം. 6 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും 3 ചെയിൻ ഇടുക. ചെയിൻ ഇട്ടിട്ട് ഇവിടെ ഉണ്ടല്ലോ ഈ 2 എണ്ണം കഴിഞ്ഞതിൻ്റെ അടുത്ത് ജോയിൻ ആക്കി സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ ആക്കി കൊടുത്ത് പിന്നെ വീണ്ടും 3 ചെയിൻ ഇടുക. ചെയിൻ ഇട്ടിട്ട് ഇതവിടെ വീണ്ടും 6 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്ത് ഇതേമാതിരി ഇങ്ങനെ ഉണ്ടാവും. കണ്ടോ, ഇതേമാതിരി ഈ റൗണ്ടിൽ ഫുള്ളായിട്ട് ചെയ്ത് ഇതുവരെ കൊണ്ടുവരണം. എന്നിട്ട് ചെയ്യാം. ഇതേമാതിരി ഉണ്ടാവും. ഇത്ര പേര് ചെയ്യുന്ന സമയത്ത് ഈ നെക്ക് ഡിസൈൻ ഇതേമാതിരി ഉണ്ടാവും. കാണുന്നില്ലേ, ഇതേമാതിരി ഉണ്ടാവും. ഈ 2 സ്റ്റെപ്പും കൂടെ ചെയ്ത് അതിൻ്റെ വർക്ക് കഴിഞ്ഞു. അപ്പോൾ കാണിച്ചത് അപ്പോൾ അത് ഇതേമാതിരി നമ്മൾ ഇതിന് സ്റ്റാർട്ട് ചെയ്യുന്ന അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന വിധം ഒരു ചെയിൻ ഇടുക. ഒരു ചെയിൻ ഇട്ടിട്ട് ഇതവിടെ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്ത് വെച്ചില്ലേ അതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. വീണ്ടും ഒരു ചെയിൻ ഇടുക, അതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. വീണ്ടും ഒരു ചെയിൻ, അടുത്തതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ. അങ്ങനെ ഈ 6 എണ്ണത്തിൻ്റെ മുകളിലൊന്നും ചെയ്തെടുക്കണം. ഓരോ ഡബിൾ ക്രോഷ്യ ഇത് ചെയിൻ ഇട്ടിട്ട് ഒരു ഡബിൾ ക്രോഷ്യ വീണ്ടും. ഇതേമാതിരി വന്നു. ഇനി അടുത്ത ചെയ്യുന്ന ഒരു ഇതുവരെ എത്തി. കണ്ട ഒരു ചെയിൻ ഇടുക. ഒരു ചെയിൻ ഇട്ടിട്ട് ഇവിടെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിൻ്റെ മുകളിൽ ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കി കൊടുക്കുക. ഇതേമാതിരി വരും. പിന്നെ വീണ്ടും ഒരു ചെയിൻ ഇടുക. അതേമാതിരി സിംഗിൾ ക്രോഷ്യ കൊടുത്ത് വിട്ട് ജോയിൻ്റ് ആക്കി കൊടുത്ത് അടുത്ത ഒരു ചെയിൻ ഇടുക.
ഒരു ചെയിൻ ഇട്ടിട്ട് ഈ 6 ഡബിൾ ക്രോഷ്യേൻ്റെ മുകളിൽ നിന്നും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. ഒരു ചെയിൻ ഇടുക, പിന്നെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക, അങ്ങനെ ചെയ്തെടുക്കുക. ആറെണ്ണത്തിൻ്റെ മുകളിലും ചെയ്തെടുക്കണം. 6 ഡബിൾ ക്രോഷ്യ ആണല്ലോ ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ 6 ഡബിൾ ക്രോഷ്യേൻ്റെ മുകളിൽ നിന്ന് ഓരോ ഒരു ചെയിൻ ഇടുക, പിന്നെ വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക, ഇങ്ങനെ ചെയ്തെടുക്കുക. ഇതുപോലെ ചെയ്തെടുത്ത് ഇനി ഒരു ചെയിൻ ഇടുക. ഒരു ചെയിൻ എടുത്തിട്ട് ഇതവിടുത്തെ സിംഗിൾ ക്രോഷ്യ ഉണ്ടല്ലോ, ആ സിംഗിൾ ക്രോഷ്യേൻ്റെ മുകളിൽ ജോയിൻ്റ്. അപ്പോൾ അത് അതേമാതിരി വന്നു, കണ്ടില്ലേ? ഇതേമാതിരി ഓരോന്ന് ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തിട്ട് ഇതുവരെ കൊണ്ടുവരണം. അപ്പോൾ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. അതേമാതിരി ഞാൻ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുത്തുകൊണ്ട് ഓരോ ലൈന് വെച്ചിട്ടുണ്ട്. ഇതേമാതിരിയാണ് ഉണ്ടായത്. ഇനി ഒരു റൗണ്ടും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ക്ലോസ് ചെയ്യുക. അപ്പോൾ അതവിടെയല്ലേ നമ്മൾ ചെയ്തെടുത്തത് അവിടെ ചെയ്തെടുത്ത് ഇവിടെ ഒരു ചെയിൻ ഉണ്ടല്ലോ, ഇവിടെ കണ്ടല്ലോ, ഇവിടെ ഒരു ചെയിൻ ഉണ്ട്. ഇവിടെ ഒരു ചെയിൻ ഇട്ടിട്ട് ഈ ചെയിനിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യും. ഡബിൾ ക്രോഷ്യ ചെയ്ത് 3 ചെയിന് വേറെ ഇടുക, അതിൻ്റെ മേലെ ഇട്ട്, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇതെടുക്കുക. അപ്പോൾ അത് ഒരിതായി, ഒരു ടോപ്പ് മാതിരി ഒന്ന് വന്നില്ല, ഇട്ടതില്ല ഇങ്ങനെ വന്നു കണ്ടോ. പിന്നെ ഈ ഡബിൾ ക്രോഷ്യ ഒഴിവാക്കുക. ഈ ഡബിൾ ക്രോഷ്യ ഇവിടെ ഒരു ചെയിൻ ഇടുക, ഈ ഡബിൾ ക്രോഷ്യ ഈ ചെയിൻ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ, ആ ചെയിനിൻ്റെ ഉള്ളിൽ ചെയ്യുക. ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക, വീണ്ടും 3 ചെയിനിട്ട് ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ വീണ്ടും ഒരു ചെയിനിടുക. ഒരു ചെയിനിട്ടിട്ട് ഈ ഗ്യാപ്പ് ഈ ഡബിൾ ക്രോഷ്യ ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ചെയ്യുക. ഇതേമാതിരി ഈ 5 എണ്ണത്തിൻ്റെ ഈ ഇതുവരെ ചെയ്തെടുക്കണം. അതുവരെ ചെയ്തെടുത്തിട്ട് ചെയ്യുക. അതേമാതിരി ചെയ്തെടുത്തു ഞാൻ കണ്ടോ. ഇനി അടുത്തത് ചെയ്യുന്നത് അടുത്തൊരു ഇവിടെ ഒരു ഗ്യാപ്പ്, ഇവിടെ നമ്മളൊരു ഡബിൾ ക്രോഷ്യ ഒഴിവാക്കിയിട്ട് ഈ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിലൊരു ചെയിൻ ഉണ്ട്. ആ ചെയിനുള്ളിൽ നിന്ന് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. 3 ചെയിനുണ്ട്. പിന്നെ എന്താ ചെയ്യുക വെച്ചാൽ ഇവിടെ ഒരു ചെയിൻ ഇട്ടിട്ട് ഇവിടെ ഉണ്ടല്ലോ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്ത് ജോയിൻ്റ് ആക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ തന്നെ ഡബിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കി കൊടുക്കും. അപ്പം കാണുന്ന സമയത്ത് ഇതേമാതിരി ഉണ്ടാവും. ഇനി അടുത്ത ചെയ്യുന്നത് അടുത്ത എങ്ങനെയാണെന്ന് വെച്ചാൽ അടുത്ത ഒരു ചെയിൻ ഇട്ടിട്ട് ഇതിവിടെ ഡബിൾ ക്രോഷ്യ ഉണ്ട്. ആ ഡബിൾ ക്രോഷ്യേൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കും.
ആദ്യം നമ്മൾ ചെയിനിട്ട് വെച്ച ചെയിനാണത്. ഡബിൾ ക്രോഷ്യ ചെയ്ത് പിന്നെ 3 ചെയിന് വീണ്ടും ഇടുക. വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇതവിടെ അങ്ങനെ ഇടുക. ഇത് ക്യാപ്പ് മാതിരി വന്നു. പിന്നെ വീണ്ടും ഒരു ചെയിൻ ഇട്ടിട്ട് ഈ ഡബിൾ ക്രോഷ്യ ഒഴിവാക്കിയിട്ട് ഈ ചെയിൻ ഉണ്ടല്ലോ അവിടെ ചെയിൻ ഇടുക. ചെയ്തിട്ടിട്ട് ഇതിനുള്ളിൽ ഇതേമാതിരി എല്ലാത്തിനുള്ളിലും ചെയ്തിടുക. ഈ റൗണ്ടിൽ ഫുൾ ഇതേമാതിരി എല്ലാം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതേമാതിരി ഈ റൗണ്ടിലും ഇതേമാതിരി ചെയ്തെടുത്ത് എല്ലാ റൗണ്ടിലും ഫുള്ളായിട്ട് ഇതുവരെ ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ വർക്ക് കഴിഞ്ഞു. വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ച് തരാം. ഈ നെക്കിൻ്റെ ഡിസൈനിൻ്റെ ഈ വർക്ക് ഇത് അവിടെ കഴിഞ്ഞു. ഈ നെക്ക് ഡിസൈൻ കാണാനായിട്ട് ഇതേമാതിരി ഉണ്ടാവും.